ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അംബ്രല്ല കട്ടിങ് ഫ്രോക്ക് മോഡൽ കുർത്തിയാണ്. ഫ്രോക്കായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 60 ഇഞ്ച് വീതിയുള്ള വിഡ്ത്ത് 60 ഇഞ്ച് വരുന്ന ഒരു ലൈനിങ് ആണ് ആദ്യം എടുക്കുന്നത്. 1.25 മീറ്റർ മെറ്റീരിയലുണ്ട്. ഇതുപോലെ രണ്ടായിട്ട് മടക്കുമ്പോൾ 30 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 60 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് നമുക്കിതുപോലെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് കോണായിട്ടൊന്ന് മടക്കി വയ്ക്കാം. അരവണ്ണം 8.5 ഇഞ്ച് കിട്ടുന്ന രീതിയിൽ മുകളിൽ നിന്ന് നമുക്ക് അളന്ന് നോക്കാം. ഒരു 10.25 ഇഞ്ച് മുകളിൽ നിന്ന് താഴെ വരുന്ന ഭാഗത്ത് 8.5 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് 10.25 ഇഞ്ച് വരുന്ന ഭാഗത്ത് ഓരോ പോയിൻറ്റുകൾ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് റൗണ്ട് ചെയ്ത് ആ ഭാഗത്ത് 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴേക്ക് 30 ഇഞ്ച് വീതം എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ബോഡി ലെങ്ത്തിൽ നിന്ന് കുറച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 30 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് ഇതിനെ ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേ കട്ട് ചെയ്ത പീസിനെ നമുക്ക് നല്ല തുണിയുടെ മുകളിലേക്ക് ഇതുപോലെ തന്നെ കോണായിട്ട് 4ആയിട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി വേറെ അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആദ്യം കട്ട് ചെയ്ത ലൈനിങ് അതേപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ച ശേഷം നമുക്ക് നല്ല തുണിയിലും ഇതുപോലെ തന്നെ സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബോഡിയുടെ ലെങ്ത്ത് എടുക്കുന്നത് 15 ഇഞ്ചും ചെസ്റ്റ് വരുന്നത് 34 ഇഞ്ചസുമാണ്. ഇതിന് 4ആയിട്ട് ഇതുപോലെ മടക്കി വെച്ച ശേഷം നമുക്ക് ആദ്യം ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ ലെങ്ത്ത് വരുന്നതും 7 ഇഞ്ചാണ്. എന്നിട്ട് അതിന് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് വരുന്നത് 34 ആണ്. അതിൻ്റെ 4/1 8.5ഉം 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാം. അതിനുശേഷം കർവ് ചെയ്ത് ഇതുപോലെ കൈക്കുഴിയെ വരച്ചു കൊടുക്കാം. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഡ്രോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 2.25 ആണ്. 2.75 ആണ്. അപ്പോൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് ഒരു 1/2 ഇഞ്ച് വരച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ടിലെ കൈക്കുഴി മാത്രം ഒരു 1/2 ഇഞ്ച് താഴ്ത്തി നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കർവ് വെച്ച ശേഷം ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി വേസ്റ്റിൻ്റെ ഭാഗത്തെ വണ്ണം സെയിം ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മുകളിൽ ചെസ്റ്റിൻ്റെ അതേ അളവിൽ തന്നെ താഴെ മാർക്ക് ചെയ്യുന്നുണ്ട്. സൈഡ് ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് നീക്കി മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ യോക്ക് ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല തുണിയിലും ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ലൈനിങ്ങുമായിട്ട് ചേർത്ത് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് നെക്കാണ്. അത് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് മറ്റൊരു വീഡിയോയായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുപോലുള്ളൊരു നെക്കാണ് ചെയ്തത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെക്കാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന, ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നെക്കാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്കിലെ നെക്കിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള 2 ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഫുൾ ലെങ്ത്തിൽ കിട്ടിയാൽ ഒരു പീസായിട്ടായാലും മതി.
ഞാനിവിടെ 2 പീസുകളെ തമ്മിൽ ജോയിൻ ചെയ്താണ് എടുക്കുന്നത്. ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത ശേഷം അതിനെ ജോയിൻറ്റ് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതുപോലെ വെച്ച ശേഷം ഷോൾഡർ കറക്റ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നെക്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് നീക്കിയതിന് ശേഷം നമുക്ക് റൗണ്ട് ചെയ്ത് വരച്ച് ബാക്കിലെ നെക്ക് കട്ട് ചെയ്യാം. 3.5 ഇഞ്ച് താഴ്ത്തിയാണ് ഞാൻ വരച്ചെടുത്തത്. റൗണ്ട് നെക്ക് വരച്ച് കട്ട് ചെയ്യാം. ഇതുപോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്ത ശേഷം ക്രോസ് പീസ് സൈഡിലൂടെ വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഇനി അതിനെ ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് മടക്കി ഇതുപോലെ വെച്ച ശേഷം അതിൻ്റെ സൈഡിലൂടെ ചേർത്ത് തയ്ച്ചെടുക്കാം. കൂടുതലായിട്ട് നിൽക്കുന്ന എഡ്ജ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം ബാക്കിലെ പീസിനെ ഇതുപോലെ മടക്കി വെച്ചിട്ട് ഷോൾഡറുകൾ കൂട്ടിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാലാണ് പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി ഇതിനെ തിരിച്ച് മറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിലെ ക്രോസ് പീസിനെ ഹെമ്മിങ് ചെയ്യുന്നതിന് പകരം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് 12 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയുള്ള തുണിയെ ഇതുപോലെ 4ആയി മടക്കിയ ശേഷം താഴെ ഒരു 5 ഇഞ്ചും മുകളിൽ ഒരു 1.5 ഇഞ്ചും മാർക്ക് ചെയ്ത ശേഷം സ്ലീവ്സിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്ത ശേഷം ലൈനിങ്ങും സെയിം തന്നെ കട്ട് ചെയ്തിട്ട് അതുമായിട്ട് ജോയിൻ ചെയ്ത് തയ്ച്ച ശേഷം ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. 2 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് അത്രയും ഭാഗത്തേക്ക് ചെറിയ ചെറിയ ചുരുക്കുകൾ ഇട്ട് കൊടുക്കാം. ഈ താഴെ ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചെടുക്കാം. ഇനി സ്ലീവ് ബോഡിയുമായിട്ട് ചേർത്ത് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് തയ്ച്ചെടുക്കാം. നമ്മളുടെ അളവിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് സ്ലീവ്സിൻ്റെ വണ്ണവും സൈഡ് ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ച് കൂടുതലായിട്ട് കൊടുത്തിട്ടില്ലേ, അതെല്ലാം നോക്കി മാർക്ക് ചെയ്ത ശേഷം നമുക്ക് സൈഡ് ഭാഗം കൂട്ടി തയ്ച്ചെടുക്കാം. 1.5 ഇഞ്ച് വീതിയുള്ള ഇതുപോലൊരു തുണി എടുക്കാം. അതുപോലെ കറക്റ്റായിട്ട് നമുക്ക് അരവണ്ണത്തിൻ്റെ കറക്റ്റ് അളവിൽ നീളവും ഉണ്ടായിരിക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം. 2 സൈഡും കറക്റ്റായിട്ട് നമുക്ക് വരുന്ന രീതിയിലായിരിക്കണം ചുറ്റിലും. അതിനുശേഷം നമുക്ക് അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് സെൻറ്റർ ഭാഗത്തുനിന്ന് തുടങ്ങാൻ തയ്ച്ച് നെക്കിൻ്റെ നേരെ താഴെ വരുന്ന ഭാഗം കറക്റ്റ് സെൻറ്ററായിട്ട് വരുന്ന രീതിയിൽ വെച്ച ശേഷം സൈഡിലൂടെ ചുറ്റി തയ്ച്ചെടുക്കാം. ബാക്കിലൂടെ തയ്ച്ചിട്ട് ഫ്രണ്ടിലെ സെൻറ്റർ ഭാഗത്ത് തന്നെ കറക്റ്റായിട്ട് വരണം. അളവ് നോക്കിയ ശേഷം അതിൻ്റെ സൈഡ് ഒന്ന് മടക്കി തയ്ച്ചിട്ട് ആണ് ഞാൻ തയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ സൈഡ് തുമ്പ് ഭാഗം നമുക്കതിൻ്റെ കറക്റ്റ് ലെങ്ത്ത് വരുന്നതിനനുസരിച്ച് മടക്കി തയ്ച്ചെടുക്കാം.
മടക്കി തയ്ച്ച ഭാഗം ഓപ്പൺ ആയിരിക്കും. അതിലൂടെ നമുക്ക് ചരട് കോർത്തെടുക്കാം. ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ മടക്കി തയ്ച്ചെടുക്കാം. ഇതുപോലെ മടക്കി ഫ്രണ്ടിലെ ഭാഗത്തേക്ക് എത്തിക്കാം. ഇനി സ്കേർട്ടിൻ്റെ സൈഡ് ഭാഗം കൂട്ടി തയ്ച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ ബോഡി പാർട്ടുമായിട്ട് സെൻറ്റർ ഭാഗം നോക്കിയതിന് ശേഷം പിൻ ചെയ്ത് വെച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് വയ്ക്കാം. സെൻറ്റർ ഭാഗവും സൈഡിൽ സ്റ്റിച്ച് വന്നിരിക്കുന്ന ഭാഗവും തമ്മിൽ കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ലൈനിങ് വെച്ച ശേഷം ലൈനിങ്ങും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ് വെച്ച് തയ്ക്കുമ്പോൾ സ്റ്റിച്ച് അകത്ത് പോകുന്ന രീതിയിൽ വേണം വയ്ക്കാനായിട്ട്. സ്കേർട്ടും യോക്കും തമ്മിൽ ജോയിൻ ചെയ്ത് തയ്ച്ചിട്ടുണ്ട്. തയ്ച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ സ്റ്റിച്ച് അകത്ത് പോകുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്കേർട്ടിൻ്റെ താഴെ ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു സ്ട്രിങ് കൂടി ഇതിലേക്ക് ഇട്ട ശേഷം നമുക്കിതിനെ ഷേപ്പ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് വണ്ണത്തിന് ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. ഇതിൻ്റെ നെക്കിൻ്റെ ഡിസൈൻ ഞാൻ മറ്റൊരു വീഡിയോയിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക. ആവശ്യമുള്ളവർക്ക് അത് കാണാം. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. താങ്ക്